ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എൻജോയ് ലേണിംഗ് മലയാളം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഹോമോഫോൺസിനെ കുറിച്ചാണ്. ഹോമോഫോൺസ് എന്ന് പറഞ്ഞാൽ പ്രൊനൗൺസിയേഷൻ സെയിം ആണ്, അതായത് നമ്മൾ ഉച്ചരിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ഒരേപോലെയാണ്, പക്ഷേ അതിൻ്റെ സ്പെല്ലിങ്ങോ മീനിങ്ങോ അതിലേതെങ്കിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരേ ഉച്ചാരണവും ഡിഫറെൻ്റ് സ്പെല്ലിങ്ങോ മീനിങ്ങോ വരുന്ന വേർഡ്സിനെയാണ് നമ്മൾ ഹോമോഫോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കുറച്ച് ഹോമോഫോൺസ് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, THERE there, THIR there. രണ്ടും നമ്മൾ പറയുന്നത് there എന്നാണ്, പക്ഷേ മീനിങ്ങിൽ വ്യത്യാസമുണ്ട്. THERE there, അതിൻ്റെ മീനിങ് എന്താണ്? അവിടെ. അവിടെ എന്നുള്ള മീനിങ് ആണ് THERE there. അതേസമയം THIR there ആണെങ്കിലോ അവരുടെ. അവിടെ, അവരുടെ. കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല, നമുക്ക് ക്ലിയർ ആണ് ഇതിൽ നിന്നും. നെക്സ്റ്റ് വേർഡ്സ് നമുക്ക് നോക്കാം. ഓക്കെ, റൈറ്റ്, റൈറ്റ്. ഈ റൈറ്റിന്റെ മീനിങ് വലതുവശം എന്നുള്ള മീനിങ് ആണ്. വലത്, റൈറ്റ്. WRITE, റൈറ്റ്, എഴുതുക. സെയിം പ്രൊനൗൺസിയേഷൻ, ഡിഫറെന്റ് മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. SON സൺ, മകൻ എന്നാണ്. SUN സൺ, സൂര്യൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. വീക്ക്, വീക്ക്. ഈ വീക്കിന്റെ മീനിങ് ആഴ്ച എന്നുള്ളതാണ്. അതേസമയം WEAK വീക്ക്, നോട്ട് സ്ട്രോങ്, ക്ഷീണിച്ച എന്നുള്ള മീനിങ്. അടുത്തത് നോക്കാം. പീസ്. ഈ പീസിന്റെ മീനിങ് എന്താണ്? സമാധാനം. ഈ പീസ്, ഒരു പീസ്, ഒരു മുറി അല്ലെങ്കിൽ കഷ്ണം എന്നുള്ള മീനിങ് ആണ്. സെക്കൻഡ് വൺ, പെയർ. ഈ പെയറിന്റെ മീനിങ് എ സെറ്റ് ഓഫ് ടു. ഈ പെയർ ഇറ്റ് ഈസ് എ ഫ്രൂട്ട്. ഇതൊരു ഫ്രൂട്ടാണ്. അതേസമയം ഫസ്റ്റ് വൺ എ പെയർ ഓഫ് ഷൂസ് എന്ന് ഉപയോഗിക്കുന്ന എ സെറ്റ് ഓഫ് ടു. നെക്സ്റ്റ് വൺ മീറ്റ്, മീറ്റ്. ഈ മീറ്റ് കണ്ടുമുട്ടുക. അതേസമയം MEAT മീറ്റ് ആണെങ്കിൽ ഇറച്ചി എന്നുള്ള മീനിങ്, നോൺ വെജ്. നെക്സ്റ്റ് വൺ നോ, നോ, KNOW. ഈ നോ ഒരു നെഗറ്റീവ് റെസ്പോൺസിനാണ് ഈ നോ ഉപയോഗിക്കുന്നത്. അതേസമയം KNOW ആണെങ്കിൽ അറിയുക. ഓക്കെ, ഹിയർ, കേൾക്കുക എന്നാണ്. HEAR, ഇവിടെ. ഓക്കെ, BUY, ബൈ, വാങ്ങിക്കുക, പർച്ചേസ്. BYE, യാത്ര പറയുന്നതിനാണ് നമ്മൾ BYE ബൈ ഉപയോഗിക്കുന്നത്. ഓക്കെ, റോഡ്. ഫസ്റ്റ് വൺ വഴി എന്നാണ് മീനിങ്. ഈ റോഡ് റൈഡ് എന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ വെയിൻ, ഞരമ്പ് എന്നുള്ള മീനിങ്. ഇത് സെക്കൻഡ് വൺ നിഷ്ഫലമായത്, പ്രയോജനമില്ലാതായി പോയതിനാണ് ഈ വെയിൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് ഹോമോഫോൺസ് പഠിച്ചു. എല്ലാവർക്കും ഹോമോഫോൺസ് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.